ഇനി നമുക്ക് എളുപ്പത്തിലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ ഓയിലൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണേൽ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മളിനി ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്താണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് 3/4 ഭാഗത്തോളം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാവേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ പലഹാരം കിട്ടുന്നത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ.